രക്ഷിക്കാനായി ഒരുപാട് പണിയെടുത്തു. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാളയെടുത്ത് ഞാൻ ഒരു പരുവത്തിലായി. അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അരിമേടിക്കാൻ പഞ്ചർ പ്രദേശ് എന്നൊരു പുതിയ പ്രസ്ഥാനം ഞാൻ തുടങ്ങുകയാണ്. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ അനുഗ്രഹിക്കണമേ. ഏയ്, ആർക്കും സംശയം തോന്നരുത്. പശു അപ്പിടുന്നത് പോലെ വേണം ഇട്ടിട്ട് പോകാൻ. എന്നാ പിന്നെ പശുവിന് വാടകയ്ക്കെടുക്ക്. വാ. ദൈവമേ, ആദ്യമായിട്ട് ഒരു മലങ്കോള് തന്നെ കിട്ടണേ. പശുവിനേക്കാളും നല്ലത് പോത്താണ്. അതുകൊണ്ടല്ലേ ആശ നിന്നെ തന്നെ ഈ പണി ഏൽപ്പിച്ചത്. ഇടാ, വാഴ പിടിക്കാണ്ട് അള്ളു വെക്കണം. പോട്ടെ. വണ്ടി ഒന്നും കാണാനില്ലോടാ. എടാ, വണ്ടിക്കാരെ ക്യാൻവാസ് ചെയ്ത് ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ, ജാക്കി. അവനത് ചെയ്തോളും. നിങ്ങൾ വന്നേ. ഈ ഡ്രൈവർമാർ തെണ്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ ബാക്കിയുള്ളവൻ എങ്ങനെ ജീവിക്കും? എന്റെ കർത്താവേ. പോലീസെങ്കിൽ പോലീസ്. എന്തൊരു ഗതികേട്. ഇനിയിപ്പോ എന്താണോ ചെയ്യാ? ഞാനെന്ത് ചെയ്യാനാ? എന്ത് പറ്റി സാർ? പഞ്ചറായി. ഭാഗ്യം. അല്ല, ഇവിടെ വെച്ച് പഞ്ചറായത് ഭാഗ്യം. തൊട്ടപ്പുറത്താണെങ്കിൽ വലിയൊരു കാന ഉണ്ടായിരുന്നു. ആ കാനയിലേക്ക് ജീപ്പ് പറഞ്ഞ് സാറിന് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു പേടി. അങ്ങനെ ഒരു ഭാഗ്യം. സാറ് ഇനിയിപ്പോ പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്തും കണ്ട് ഒരു കടയുള്ളൂ സാർ. സാറേ, ഈ സ്റ്റെപ്പിനില്ലയോ? അല്ല, സ്റ്റെപ്പിന് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം പഞ്ചറായിട്ടുള്ള ടയർ മാറ്റി സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിനും കൂടി പഞ്ചറായിട്ട് ആ 2 പഞ്ചറായിട്ടുള്ള ടയർ ഉരുട്ടിക്കൊണ്ട് ഏതെങ്കിലും പഞ്ചർ വർക്ക്ഷോപ്പിലേക്ക് സാറ് പോയി. സൂപ്പറായിട്ട് പഞ്ചർ ഒട്ടിക്കുന്ന ടീം ഇവിടെ അടുത്തുണ്ട് സാർ. ഞാൻ പോയി വിളിച്ചോട്ടെ. വേഗം വേണം, എനിക്ക് എസ്കോർട്ട് പോകാനുള്ളതാ. സാറ് ആയിക്കോട്ടെ, എവിടെ വേണം, നമുക്ക് കാശ് കിട്ടിയ മതി. എന്താ പറഞ്ഞേ? ഞാൻ പോയി വിളിച്ചോണ്ടേ സാർ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഒരു വണ്ടിയും പഞ്ചർ ഒട്ടിക്കാൻ കാണുന്നില്ലല്ലോ. ഇത് ഇന്ന് തന്നെ പൂട്ടേണ്ടി വരും. നീ എവിടാ ചാണകം ഇട്ടത്? ഞാനല്ല, പശുവാണ് ചാണകം ഇട്ടത്. അതല്ലടാ, റോഡിൽ തന്നെ അല്ലേ ചാണകം ഇട്ടത്? പിന്നെ ഓട്ടോറിക്ഷ മുതൽ തമിഴം പാണ്ടി ലോറി വരെ കയറാൻ പാകത്തിലാണ് സംഭവം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ആശാൻ ഈ വണ്ടിയിൽ ഒന്ന് കയറ്റി നോക്ക്. ആദ്യം ഈ വണ്ടി തന്നെ പഞ്ചർ ആയിക്കോട്ടെ. അയ്യോ ആശാനെ, എന്നെ വല്ലതും വീണോ? ഒരു ജീപ്പ് ഒന്ന് കയറിയിട്ടുണ്ട്. ഞാനവരെ പിടിച്ചിരുത്തിരിക്കാം. വേഗം വാ. പഞ്ചർ പ്രദേശ് റെഡി. ജീപ്പിക്കാരെ തുടക്കം മോശമല്ല. ഐശ്വര്യ അള്ളു വെച്ചാൽ എങ്ങനെ പോലീസ് ജീപ്പാണെന്ന് നേരത്തെ പറയായിരുന്നു. എന്താ തെണ്ടി? അഭിനന്ദാശനെ, നമുക്കിട്ട് പണിയുന്നവരില്ലേ, ആദ്യ പണി അവർക്കിട്ട് തന്നെ തുടങ്ങാം. നല്ല ഐശ്വര്യമായിരിക്കും. പണി തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. പഞ്ചർ പ്രദേശ്, ഇത് കൊള്ളാമല്ലോ. അതെ സാർ, ഇത് ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്തും. അതെ. കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം. വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും. വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത എത്തും. പഞ്ചർ എവിടെയുണ്ടോ അവിടെയുണ്ട് പഞ്ചർ പ്രദേശ്. അതെ, ഈ പഞ്ചർ കണ്ടുപിടിച്ചേ അല്ല ആശാന. പ്രദേശ് റെഡി. പണി തുടങ്ങൂ. ഇവർ തുടങ്ങും. സാറ് എന്ന് കാര്യം കഴിക്കണമെന്നില്ല. തീരെ കാല് പോയി ചാടിച്ചിട്ട് വാ. അസനേ, പിന്നൊരു കാര്യം, ആദ്യമായിട്ട് കിട്ടിയ കോളാ. എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. ഷെയറാ? എടാ, നാട് മുഴുവൻ കള്ള ട്രിപ്പ് അടിച്ചു കിടന്നിരുന്ന നിന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹപ്പിരിവും RTO ഏമാന്മാരുടെ ഉല്ലാസപ്പിരിവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ വണ്ടി ഓടുന്നതിനേക്കാൾ ലാഭം ഓടാതിരിക്കുന്നതാണെന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന് നിന്ന് മോങ്ങിയ നിന്നെ ഓച്ചന്തുരത്തിലെങ്ങാണ്ട് ഒരു പഞ്ചർ കട ഇട്ടിട്ട് ഒരു സൈക്കിൾ ടയറിന് പോലും പഞ്ചറൊട്ടിക്കാൻ വശമില്ലാതെ ചൊറിയും കുത്തിയിരുന്ന ഈ സലീമിനെയും കൈവെള്ളയിൽ 500 ഉലുവ എടുത്തു വെച്ച് പൊട്ടം ബിസ്ക്കറ്റ് കണ്ടമാരി എന്ത് ബിസിനസ് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കിയിരുന്ന ഈ പീറ്ററിനെയും ചേർത്തിണക്കി പഞ്ചർ ബ്രദേഴ്സ് തുടങ്ങണമെങ്കിൽ എന്റെ ഈ തലയിൽ ഒരു സാധനം ഉണ്ട്. ഉണ്ടാക്കായിരിക്കും. അല്ലടാ, കണക്ക് പറഞ്ഞാൽ 50% ഷെയർ നീ എനിക്കാ തരേണ്ടത്. ഓക്കെ. സാർ, എല്ലാം ചേർത്ത് 150 രൂപ. പിന്നെ സാറിന് പോലീസുകാരൻ അതിന്റെ പേരിൽ 50 രൂപ കുറച്ച് തന്നാ മതി അല്ലേ? അത് മതി. അപ്പൊ 100 രൂപ. 200 രൂപ എന്നാണ് 50 രൂപ കുറച്ചത്. 150 രൂപ എണ്ണി തരണം. പഞ്ചർ ഒട്ടിച്ചതിനും കാശ് കുറച്ചതിനും ഒക്കെ നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പൊ സാർ കാശ്
ഏതെങ്കിലും പോലീസുകാരന് എന്തെങ്കിലും കാര്യത്തിന് ആർക്കെങ്കിലും കാശ് കൊടുത്ത ചരിത്രം താൻ കേട്ടിട്ടുണ്ടോ? അല്ല സാർ, ഒരു മാസം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വന്നാലുള്ള അവസ്ഥ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓ, കൈക്കൂലി അല്ലേ? ശരി. ഈ ജാതി കേസ് കെട്ടും കൊണ്ടുവന്ന അള്ളു വെക്കുന്ന വണ്ടിക്കായിരിക്കില്ല നിന്റെ. അയ്യോ പാവാ, പുതിയതായിട്ട് കിട്ടിയ പണിയാ, ആദ്യമായിട്ട് കിട്ടിയ ചാൻസും പണവും പോയില്ലേ? ഇനിയിപ്പോ വീട്ടിൽ എങ്ങനെ കാശ് കൊടുക്കും? ഓ, നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമല്ലേ ഉള്ളൂ വീടും കൂടി. ഞാനൊരു അനാഥനല്ലേ. ശരി, ലൊക്കേഷൻ ഷിഫ്റ്റ്. ഈശോയെ, മോന്റെ കത്തായിരിക്കും. അതെ, കത്ത് വന്നു. പക്ഷെ ചെലവില്ല, കാശ് മാത്രം വന്നില്ല. ഈ തവണയും പഴയ വല്ലത് തന്നെ. അത്യാവശ്യം വല്ല വേണേ ചോദിക്കാം. നിന്നോടോ? എന്നോടല്ല, ആശാനോട്. ചായക്കട നേരത്തെ അടച്ചാ? എങ്ങനെ അടക്കാതിരിക്കും? നമ്മളല്ലേ പറ്റുകാരി. പറ്റുകാരല്ല, പറ്റിപ്പുകാരി. ഒരു കാര്യം എന്റെ അമ്മേ, ആ കേശവുള്ള ചേട്ടൻ ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ 4 മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്ത തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. നിന്റെ കാര്യമല്ലടാപ്പ. പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള ആപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. ഫാസ്റ്റ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീയാണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്നത്? അതെ, ഈ ഫുഡിനൊക്കെ ഇൻസ്പെക്ടർ ഉണ്ടോ? പിന്നെ ഫുഡ് കൂടുതൽ കഴിക്കണ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ. അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ? അതെ, ഈ കോംപ്ലിക്കേഷൻ എടുത്ത് എന്ന് തീരുവിടോ ബോസേട്ടാ, ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. അയ്യോ, ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം ഓടിക്കോ? ഞാൻ അടുത്തെഴുതും, അല്ലാതെ ഞാനാ. ഇവന് മാറ്റം നിനക്കൊന്നും തോന്നുന്നില്ല. ശീലമായി പോയി. എടാ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരുന്നു. എന്തൊരു ഗന്ധം! എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല. നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാനിവിടെ കഴിയണത്. ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും. വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ സത്രം മാറ്റിച്ചേ അടങ്ങും. നീ മാവില് മരുന്നടിച്ചിട്ട് അതിൽ തേങ്ങ ഉണ്ടായെന്ന് കേട്ടല്ല? അതേ ബന്ധം പറ്റിയതാണ്. മരുന്ന് മാറിപ്പോയി. എങ്ങനെടിക്കുന്നതായിരുന്നു മാവിനടിച്ച്. അതെ, മാസ വാടകയും ചോദിച്ചു ഓണർ ഒരാളെ വിട്ടായിരുന്നു. 5-6 വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ. വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒറ്റ ഇടിക്ക് പുറത്താക്കുമെന്ന് പറഞ്ഞാണ് പോയേക്കണത്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകാത്തത് എന്തുകൊണ്ട്? യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട്? MG ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട്? IM വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട്? നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാളെ ബസ്സിൽ കയറി ആൾക്കാരെ പറ്റിക്കാനുള്ള റിഹേഴ്സലാ. അത് മനസ്സിലായി. നീ വാടക തരാത്തത് എന്തുകൊണ്ട്? ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട്. ഇവന്റെ പടലിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദേ, ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ്. നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇടവരുത്തരുത്. ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു. ഇയാളെന്തിനാ എന്നോട് പറയുന്നേ? നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന്. ഇയാളെ മാറ്റി മോത്തിട്ടുണ്ടല്ലോ. കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ലാന്നും പറഞ്ഞു. എന്റെ ഈശോയെ, ചായക്കടയിലെ പറ്റ്, ഇവിടുത്തെ വാടക. 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ പോലും ദേ ഇത്രയും തിരക്ക് കാണൂല. അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി. ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്. ക്യൂ കണ്ടാ തോന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്. ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ? അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. നോക്കിയിരിക്കാൻ അടിച്ച് കൂമ്പുപോട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഇത് ചവിട്ടി പുറത്താക്കത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ? അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കട്ട്. പിന്നെ ഒരു ചായക്കട. എടാ, ഈ തക്കിട പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേര് കേൾക്കാൻ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. നിർത്തണം. ശരിയാ, മേവാരാഹും. ഞാൻ അനാഥനാ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട് ആശയ്ക്ക് ആവാരാഹും പാടുന്നത്. കണ്ടില്ലടാ, ആശയ്ക്ക് അറിയുന്നത് കണ്ടില്ലടാ. ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ, അപ്പൊ കാശേന്ന് ബുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ, നിങ്ങൾക്കറിയോ, ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു.
അങ്ങനെയാണ് ഞാൻ അനാഥനായത്. ആശാന് ഞാനില്ലേ? നീ മാത്രമല്ല ആശാന് ഞാനും ഇല്ലേ? നിങ്ങൾ മാത്രമല്ല ഞാനും ഇല്ലേ? ഇങ്ങനെ കറിയരുത് ആശാന്. ആശാൻ എന്റെ ദൈവമാണ്. ഞങ്ങളുടെയും എന്റെ എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ? ആശാൻ എന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കി. പാവം പെരറിഞ്ഞിരിക്കണ എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കളറടിച്ചോട്ട് പോയി. എന്നിട്ടും ആ കളം വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാളയെക്കൊട്ട ചുമ ഞാൻ നടക്കണില്ലേ? നടക്കണ്ട അവിടെ നിന്ന് ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ നാളെ അവധിയാണ്, സൺഡേ. എന്നാ മറ്റന്നാ നിർത്താം. എന്താടാ എന്ത് പറ്റി? ആശാനെ ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടല്ല, പിന്നെ ഈ കുപ്പിയിലെ സാധനം തീർന്നു പോയി. അതാണ്. എന്നാ ഞാൻ ഇനിയും പോയിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യമില്ലായി. എനിക്കൊരു പക്കടിക്കണമെങ്കിൽ ഒരു ഫൈന് കൂടെ മേടിച്ച് ബ്രദേഴ്സ്, വെള്ളം അടിച്ചാ കുഴഞ്ഞു വിടരുത്. ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ നിൽക്കണം. ശേഷം 34 ഇവിടെ 34. ആ എന്തായി? ഉമ്മച്ചേച്ചി ഒരു സാധനം തന്നെ വിട്ടിട്ടുണ്ട്. ഉമ്മച്ചേച്ചി എന്ത് സാധനം? ഒരെടുത്ത കർത്താവേ, എന്തെടാ? നടക്കട്ടെ, നടക്കട്ടെ. മൊട്ടേന്ന് പിടിച്ചില്ല അവനും പവൻ. കർത്താവേ, എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ. ഓടാ മരപ്പട്ടി തെണ്ടി കീടം. അയ്യോ, ഞാൻ ഇരിക്കുന്നിടത്തോണ്ട് കാലൊക്കെ തന്റെ താരോട് പറഞ്ഞു. ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ. ജാക്കി ചാൻ, ഞാൻ അവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ? നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി. മതി മതി. ജാക്കി ചാൻ സുന്ദരനാണ് കേട്ടോ. ജാക്കി ചായന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. ജാക്കി ചാൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്നുപരിപ്പ്, മേനി അഴക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല, തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ, കൺതറത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ്. അവിടെ കറുപ്പില്ലല്ലോ. കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം. കള്ളി, അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ? പിന്നൊരു കാര്യം മറന്നു. അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കി ചായന്റെ സ്വന്തം ഉമ. ഇതിനെല്ലാത്തിനും കൂടി 5000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ കർത്താവേ, പ്രേമത്തിനൊക്കെ ഇപ്പൊ ഇത്ര വിലയുണ്ടോ? മണ്ടരിക്കത് ഏതടിക്കാനാണ്? സുന്ദര, എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കീടമെന്ന് വിളിക്കണോ? പേര് വിളിച്ചപ്പോഴേ മനസ്സിലായി ഉപകാരത്തിനാണെന്ന്. നേരത്തെ കയ്യെടുത്തിട്ട് കാര്യം പറയടാ. എനിക്കൊരു 5000 തരും. 5000 രൂപ എന്തിന്? അത് എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണം, മരുന്ന് പഠിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം. 5000 രൂപ മതിയാ? പോരാ എന്നാലും. തൽക്കാലം എന്റെ ഇത്രേ ഉള്ളൂ താങ്ക്സ്. എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി എടുത്ത് ഞാൻ ചാകേണ്ടി വരും. പോടാ. അപ്പൊ നീ എനിക്ക് തരൂലേ? തരികേല. ഉറപ്പാണ്? ഉറപ്പ്. പോടാ പട്ടി, പോടാ പട്ടീന്ന്. എടാ സൈഫു, നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാശില് തരാൻ വന്നാണോ? അതല്ല, നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ? ആഹാ, എടാ ഇങ്ങനെയൊക്കെ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ. താങ്ക്സ് ഡാ. ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ? അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. 15000 രൂപയ്ക്കാ? വെറും 15 രൂപയ്ക്ക്. ദിസ് ഈസ് റോൾഡ് ഗോൾഡ്. ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീയൊക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത്? നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ. ഇങ്ങോട്ടിരിക്കേ. എന്താ കാര്യം? ആശാനെ, എനിക്കൊരു 5000 രൂപ വേണം. എന്തിന്? അമേരിക്കക്ക് പോണോ? അല്ല, അമ്മക്ക് സുഖമില്ല. എത്ര വയസ്സായി? അമ്മക്ക് 40, 45. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. 50. അമ്മക്ക് സുഖമില്ല. 5000 രൂപ വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ആശാനെ ഞാൻ കൊടുക്കാം ആശാനെ. അല്ലെങ്കിൽ വേണ്ട ആശാനെ ഞാൻ വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം. 5000 രൂപ. പെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് വിരിക്കാൻ നടക്കുന്നതാ തെണ്ടി. കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ.
അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്. അതിനെത്തിരി പുളിക്കും. ബ്രദേഴ്സ്, റിലാക്സ്. 4 ഇങ്ങോട്ട് 5 മാറിയില്ലെങ്കിൽ എങ്ങോട്ടാണേ? എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ കിളവൻ പുറയുന്നു വിളിക്കും. വെറുതെ അല്ലേ ഇയാൾ ഗതി പിടിക്കാത്തത്. ഇതുപോലെ തന്നെ തിരിച്ചു പോരണേ. അപ്പന്റെ കത്തേറ്റു. വാ വാ വാ. ശമ്പളം മേടിക്കാൻ നിനക്കൊക്കെ എന്നാ ഉരുളക്കിഴങ്ങ്, ഉത്സാഹമാ? കടലപ്പരിപ്പ്, എന്നാ ജോലിയുടെ? പൊറോട്ട മാവ്. എടാ ഉത്തരവാദിത്തം വേണടാ. ആ വെളിച്ചെടുത്ത് മാറ്റി വെച്ചേ. ചേട്ടോയ്, ചേട്ടാ, എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ടോ? അല്ല, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധന വേണ്ടേ? ഈ ലേഡീസിന് പറ്റിയ വല്ല ഐറ്റംസ്. അത് ശരി. ഓ അങ്ങനെ വരട്ടെ. ഇതെന്താണ് പഞ്ഞി ബിസ്ക്കറ്റ്? ഇതെന്താണ്? ഇതല്ല. പിന്നെ തനിക്ക് എന്താ വേണ്ടേ? ഇതെനിക്ക് വേണ്ട. ഇതവിടെ ചെക്ക്. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല, ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്, പൊറോട്ട മാവോ? 2 കിലോ ഉഴുന്നുരിപ്പ്, എന്ത് പരിപ്പ? 3 കിലോ കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യടോ. ചേട്ടൻ 3 എടുത്തോ, വെറുതെ ചൂടാണ്ട കാര്യമില്ലല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും. മുഖത്തിന്റെ ഷേപ്പ് മാറും. യെസ് സർ. ഈ മാലക്ക് എന്താ വില? इसका 500 रुपीस. 500. 3 അല്ല 1 500 rupees. ഇപ്പോഴല്ല 500 രൂപ പറഞ്ഞത്. പിന്നെ 1500 1500 രൂപ പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? No sir, one chain 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാ അത്? This one. പാക്ക് ചെയ്യണ്ട, അവിടെ വെച്ച്. അവിടെ തന്നെ sir. അത് അവിടെ തന്നെ വെച്ചേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ? നീ ഭംഗിയുള്ള സാധനം വേറെ ഏതുണ്ടാവും? नीचे 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 देखो. കർത്താവിന്റെ പൊറോട്ട മാവാണ്. ഇതിന് കിतना രൂപ? ഇതിനൊക്കെ सब अलग अलग प्राइस है ना साहब. सब अलग अलग प्राइस है. ഒറ്റ ഇലക്കിന് പോവും. ഓ, ये दिलवाले 700 rupees. ഈ ദിൽവാല 700. Yeah. ഇത് ये दुल्हनिया 800. അപ്പൊ ഇതോ? ലേജായെങ്കിൽ ഷുവർ അല്ലേ? കോൺഫിഡന്റ്? सर ആ, ये ले लो, खूबसूरत है साहब. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ, ചേട്ടാ, ഇവിടെ. ആ, എന്തായി? അയാള് പറഞ്ഞ മനസ്സിലായ? ഇഞ്ചടെ ഇറക്ക? മനസ്സിലായില്ലല്ലേ? ഇല്ല. അത് നല്ലതാണ് മേടിച്ചോളാൻ. ആണോ? അനിയ കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസ് ഉണ്ടായിരുന്നു. അറിവ് കേട്ട മുണ്ടാവും. झुमका ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാൽ മതി. yes sir. ഇതിനെത്ര വില? 100 rupees sir. 100. सर ये देखो, अच्छा है. സർ, ആ പെർഫ്യൂം എടുത്തേ. അത് ലാസ്റ്റ് വൺ. അതെ, ഞാൻ കണ്ട്. എന്ത്? മറ്റേത് സിബിട്ടാണല്ല. അതിൽ വാലെ മാല ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിൽ പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ. നീ കാശും തരണ്ട, നന്നായിട്ട് പിടിച്ചോ. ഒരു മിനിറ്റ് നിർത്തി. ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസിൻ സിസ്റ്റേഴ്സ് ആർക്കും വേണമെങ്കിൽ ഏതെടുത്താൽ. എനിക്ക് ഒന്ന് മതിയാ? ആ, ഏതെടുത്താൽ 20 രൂപ. ഏതെടുത്താൽ 20.